ചെമ്പനീർ പൂവേ നീ അന്നേതോരു രാവിൽ നീലമഞ്ഞു വിരിഞ്ഞൻ കൺമുന്നിൽ നീ ചെമ്മി അത്ഭുതം അടങ്ങാതെന്നു ഞാൻ ഇങ്ങനെ നിശബ്ദം നിൽക്കവേ ഇങ്ങ് പോയി പ്രകാശം നൽകി നീ നിൽക്കയാ നിന്നെയോർത്തിന്നു ഞാൻ നിറങ്ങൾക്കാകുമോ തെല്ലുവാ നിൻ മണിച്ചന്തം. എന്താടാ പാട്ടൊക്കെ പാടുന്ന? എന്താ ഞാൻ ഈ പാട്ട് പാടിയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എങ്കിലും വേറെ പാട്ട് പാടാ. പിരിയുന്ന കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ നൊമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ. അയ്യോ വേണ്ടായേ, ഈ പാട്ട് വേണ്ടായേ. എങ്കിലേ ഞാൻ വേറെ പാട്ട് പാടാം. എടാ മതി മതി, ഒന്ന് നിർത്ത്. ഹിഹിഹിഹി, നീ എന്ത് പറഞ്ഞാലും ഇപ്പം ഞാൻ കേൾക്കില്ല കേട്ടോ. അതെനിക്കറിയാലോ, എനിക്കിപ്പോൾ പ്രാന്ത് പിടിച്ചിട്ടുള്ളതെന്ന്. ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കില്ല എന്ന്. ഹി അപ്പം അറിയാലോ. അല്ലടാ, നീ അവളെ കണ്ടോ? ഞാൻ അവളെ കണ്ടു. ഞാൻ അവളെ കണ്ടിട്ടേ അവളുടെ വീട്ടിൽ അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നതാ. അല്ല, നീ അവളോട് ഞാൻ പറഞ്ഞ കാര്യം വല്ലതും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. നീയല്ലേ പറഞ്ഞത് പറയണ്ടാന്ന്. പിന്നെ ഞാനെന്തിനാ പറയുന്നത്? അല്ല, ഇനി എന്താ മോൻ്റെ പ്ലാന്? എന്ത് പ്ലാന്? അല്ല, അവളെ എന്ത് ചെയ്യുന്നു? ഇനി എന്താ, അവൾ എനിക്കുള്ളതാ. നേരത്തെ തന്നെ എനിക്ക് ചെറിയൊരു ക്രഷ് അവളോടുണ്ടായിരുന്നേ. പിന്നെ അവൾ തന്നെയായി ഇവളെന്ന് അറിഞ്ഞതിന് ശേഷം എന്തായാലും എനിക്ക് തന്നെ അവളൊന്ന് ഞാൻ ഉറപ്പിച്ചു. അല്ലടാ, നീ ആലോചിച്ച് തന്നെയാണോ പറയുന്നേ? ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാ. ആവേശപ്പുറത്ത് ഒന്നും ചെയ്യരുതട്ടാ. ഹിഹിഹി, അങ്ങനെയൊന്നും ചെയ്യില്ല. നീ നാളെ നോക്കിക്കോ, ഈ അർജുൻ ആരാണെന്ന് നീ കാണും. എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ വേഴാമ്പൽ കിളിയാണു നീ. അയ്യോ, എന്റെ ഫ്രണ്ടിന് വട്ട പിടിച്ചേ. ഹിഹിഹിഹി, ഇത് വട്ടൊന്നുമല്ല, നീ പോയിടാ. ഇനിയിപ്പോ എങ്ങനെയാ ശ്രീലുവിനെ മെല്ലെ അകത്തേക്ക് എങ്ങനെയും വിളിക്കണമല്ലോ. ഹലോ ശ്രീലു, പെട്ടെന്ന് തന്നെ എന്റെ ക്യാബിനിലോട്ട് വന്നേ. ഇതെന്താ അവള് വരാത്തത്? യെസ്, കം ഇൻ. ശ്രീലു, നമ്മുടെ പുതിയ പ്രോജക്റ്റ് ഇല്ലേ, അതിന്റെ ഡോക്യുമെന്റ് എവിടെ? അത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഓ ശരി ശരി, ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ. അല്ല, എന്റെ ടേബിളിലെ ഫുള്ള് പൊടി പിടിച്ച് കിടക്കുക, അതൊന്ന് ക്ലീൻ ആക്കിക്കോട്ടാ. അവരൊന്നും വേണ്ട, താൻ തന്നെ ക്ലീൻ ചെയ്തോ. അത്രയൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. എന്താ, താൻ ക്ലീൻ ചെയ്യില്ലേ? സോറി എന്റെ മോളെ, എനിക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു, അതുകൊണ്ട് മാത്രാട്ടോ. സോറി. പോയിക്കോ. പിന്നില്ലേ, നീ ഒരു കോഫി കൂടി തന്നിട്ട് പോയാ മതിട്ടാ. സോറി മോളെ, നിനക്ക് എന്നോട് വല്ലാണ്ട് ദേഷ്യം തോന്നുന്നു എനിക്കറിയാം. എന്നാലും സോറി ട്ടാ. നിന്നെ എങ്ങനെയും കാണാനുള്ള വഴി ഒപ്പിക്കാൻ ഞാൻ. എനിക്കേ നിന്നെ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു. നിന്നെ കാണുമ്പോൾ തന്നെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയതുപോലെ. യെസ്, എനിക്ക് കോഫി വേണ്ട. അപ്പൊ എനിക്ക് കോഫി കുടിക്കണോന്ന് തോന്നി. ഇപ്പൊ പക്ഷെ എനിക്ക് കുടിക്കാനൊരു മൂഡില്ല. കുടിക്കുന്നതും കുടിക്കാത്തതൊക്കെ തന്റെ ഇഷ്ടം, അതിനൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഇത് കുടിച്ചോ, വേണ്ടെങ്കിൽ അവിടെ കമത്തിയൊക്കെ കളിയോ എന്ത് വേണേലും ചെയ്തോ. ഇനി താനെന്നെ വിളിക്കണ്ട. ഇത് താന് കുടിക്കോ അല്ലെങ്കിൽ കമത്ത് എന്ത് വേണേലും ചെയ്തോ. നീ താനെന്നെ വിളിക്കേ വേണ്ട. ഇനി വിളിച്ചാലും ഞാൻ വരാൻ പോണില്ല. അയ്യോ ശ്രീലോ, വിളിക്കണ്ട വിളിക്കണ്ട വിളിക്കണ്ട. എടി ശ്രീലോ, എനിക്ക് ചെവി കേൾക്കുന്നില്ല, വിളിക്കണ്ട. ഹായ്, എന്റെ വൈഫിന് ദേഷ്യമൊക്കെ വരാൻ തുടങ്ങിയ.
ഉം, ദേഷ്യപ്പെട്ട് കാണുമ്പോ നല്ല മുഞ്ചുണ്ട്. ഈ അർജുന് ഇത് എന്ത് പറ്റി? അർജുൻ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? ഇന്നലെ കണ്ടപ്പം ചോദിച്ചു ലവ് ഉണ്ടാന്ന്, ഇന്നിപ്പോ ഞാനെന്തിനാ വെറുതെ എന്തൊക്കെയോ ആലോചിച്ച് കിട്ടുന്നത്? അതൊന്നും ഉണ്ടാവില്ല.